ഹലോ, അപ്പം നമുക്കൊന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. നമുക്ക് ഈ ചൂടത്ത് എന്തായാലും സൺസ്ക്രീൻ ഇല്ലാതെ പുറത്താൻ പറ്റില്ല. അപ്പോൾ സീക്ക സൺസ്ക്രീൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഒരു ഓക്കെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഒന്ന് നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഭൂതത്തെ പോലെ വരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും. പിന്നെ ലാക്മി കൊണ്ട് ഒന്ന് കണ്ണെഴുതും. ഫോണിൽ നോക്കി കണ്ണെഴുതാൻ എനിക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് മിറർ വെച്ച് തന്നെയാണ് കണ്ണെഴുതുന്നത്. അതിന് അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ. ഫോണിൽ നോക്കി കണ്ണെഴുതുക. അതുപോലെ ലിപ്സ്റ്റിക് ഇടുന്നതൊന്നും എനിക്ക് മിററിൽ നോക്കി ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇത് നമ്മുടെ എൻവൈബയുടെ ഒരു ഓറഞ്ച് ഷെയ്ഡാട്ടോ. അത് നമുക്ക് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാൻ നല്ലൊരു ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ ഞാൻ മറന്നുപോയി. ഷെയ്ഡ് നമ്പർ ഞാൻ പിന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതും കഴിഞ്ഞ് നമ്മൾ കുറേ ആയിട്ട് ഇപ്പം ഗോൾഡിൻ്റെ ഇയറിങ് തന്നെ ഇടുന്നത്. അപ്പോൾ ഞാനതൊന്ന് ചേഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഫാൻസി കമ്മൽ ഉണ്ടെങ്കിൽ പോലും ഗോൾഡിൻ്റെ കമ്മൽ ഊരാനുള്ള മെഡിക്ക് ഞാനത് ഇടാണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. എങ്ങനെ എന്തൊക്കെ ചീന്തി കെട്ടി വെച്ചാലും അവസാനം ഒരു ഹെയർ സ്റ്റൈലിൽ തന്നെ എത്തും. ഇന്ന് പോരാത്തതുകൊണ്ട് ഒരു കൊട്ട എണ്ണയുണ്ട് തലയിൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കെട്ടണമെന്നല്ല, പിന്നെ ഇട്ടാലോ എന്നുള്ള ആലോചനയിലാണ്. പക്ഷെ എന്നും ഡെയിലി കെട്ടുന്ന പോലെ തന്നെ അങ്ങ് കെട്ടിയിട്ട്. പിന്നെ വാച്ച്, അതെനിക്ക് മസ്റ്റാണ് കേട്ടോ. വാച്ച് ഇല്ലാണ്ട് ഞാൻ പുറത്ത് പോകത്തില്ല. വളയേക്കാളും ഇഷ്ടം എനിക്ക് വാച്ച് ഇടാനാണ്. വാച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും ഇടുക. പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ളൊരു ശീലമാണ്. പിന്നെ നമ്മുടെ പെർഫ്യൂം, നമ്മളെ വേർപ്പ് നാറ്റം, അതുകൊണ്ട് അതും. അപ്പോൾ ഇത്രയുള്ളൂ. ചേട്ടാ.